ഇതിനകത്ത് നമ്മൾ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സാറ് എന്തുമാത്രം ആൾക്കാരെയാണ് കാണുന്നത്. അവർ കൊണ്ടുവന്ന് തരുന്ന പേപ്പറുകളിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നു. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ദൈവം ഇതൊക്കെ എങ്ങനെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണുമല്ലോ. പക്ഷെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വഴിവിട്ട് ഒരു സംഭവം കാണത്തില്ല അതിനകത്തൊന്നും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കാണുമ്പോഴേ അറിയാം ഇതെന്തുമാത്രം കറക്റ്റാണ്, ട്രൂ ആണെന്നുള്ളത്. അപ്പോൾ ആ വഴി വിട്ടുള്ള സംഭവങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. ആ രീതിയിൽ അദ്ദേഹം ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു കർക്കശ്യമുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തെറ്റുപറ്റി വീഴ്ച പറ്റിയവരെ ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാനവിടെ മീഡിയ ചെയ്യുമ്പം എനിക്ക് വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ TV രാജേഷിനെയും മറ്റും അവിടെ ഹൈവേ പോലീസ് പിടികൂടി. സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, അങ്ങനെ എന്തോ ഒരു ചെറിയ വിഷയമാണ്. പക്ഷേ പോലീസ് അവരെ തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ MLA ആണല്ലോ, MLA ബോർഡും ഉണ്ട്. അപ്പം അവരതിൻ്റേതായ ആ ഒരു പെരുമാറ്റം ഉണ്ടായി. അവിടെ ഒരു ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായി. അപ്പം MLA മാരെ പോലും മാനിക്കാത്ത ഗവൺമെൻറ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ ഉണ്ടായി. എന്തായാലും അത് കേസായി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചു, ADGPയെ നിയോഗിച്ചു. ADGP റിപ്പോർട്ട് ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായി എന്നും പറഞ്ഞ് അവരൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. അപ്പോൾ ആ റിപ്പോർട്ട് ഇവർക്കെതിരെ ഉള്ളതാണല്ലോ, അപ്പോൾ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാവുന്നതുമാണല്ലോ. അപ്പം ആ റിപ്പോർട്ട് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അത് മീഡിയയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. എനിക്ക് വിശ്വാസമുള്ള ഒരു 5-8 മീഡിയ പ്രവർത്തകർക്ക് ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് മെയിൽ ചെയ്ത് കൊടുത്തു, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നും പറഞ്ഞ്. നമ്മുടെ ലെറ്റർ കെട്ടിലൊന്നുമില്ല. പക്ഷേ ഞാൻ വളരെ വിശ്വസിച്ച് അയച്ചു കൊടുത്ത അതിൽ ആരോ ഒരാൾ അതെടുത്ത് കൈരളിക്ക് കൊടുത്തു. കൈരളി അത് വലിയ വാർത്തയാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ ചോരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസംബ്ലിയും കൂടെ നടക്കുന്ന സമയം പിറ്റേ ദിവസം കോടിയേരി അത് സബ്മിഷനായിട്ട് അവതരിപ്പിച്ചു. പുള്ളി വളരെ വീടോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറി ഇങ്ങനെ ഔദ്യോഗിക രേഖകൾ ചോർത്തി. അത് കൈരളി അന്ന് വാർത്തയാക്കിയപ്പോൾ തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അന്ന് മീഡിയയിലെല്ലാം അത് വലിയ വാർത്തയൊക്കെയായി. പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ ഇത് അവതരിപ്പിക്കുകയും കൂടെ ചെയ്തതോടുകൂടി അത് വലിയ ഡയമെൻഷനിലേക്ക് പോയി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറയണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു പതിവ് ഒരു ഡിഫൻസ് ഉണ്ടല്ലോ. അതായത് ഞങ്ങൾ ഇതൊരു ഔദ്യോഗികമായി കിട്ടിയ റിപ്പോർട്ടാണ്, അത് ആർക്കും ആക്സസിബിളാണ്. പിന്നെ VSൻ്റെ കാലത്തു നിന്നൊക്കെ ഓഫീസിൽ നിന്നൊക്കെ സ്ഥിരം രേഖകൾ ഇങ്ങനെ ചോരുകയും അവരുടെ 2-3 ജീവനക്കാരെ അവരെ ആ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഡിഫൻസിൽ നിന്നുള്ള ഒരു സംഭവം ഞാൻ റെഡിയാക്കി കൊടുത്തു. പുള്ളി അത് എടുത്ത് നമ്മുടെ പോക്കറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം പറഞ്ഞ് ശ്രീ കോടിയേരി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനെ ഒരു വീഴ്ച എൻ്റെ ഭാഗത്തു നിന്ന്, എൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അതും മീഡിയയിൽ വലിയ വാർത്തയായി. അപ്പം എനിക്കത് ഭയങ്കര എന്നെയാണല്ലോ അതിനകത്ത് മെയിനായിട്ട് അക്യൂസ്ഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനന്ന് വൈകിട്ട് ഞാൻ ഓർത്തെന്നാൽ പുള്ളി എനിക്ക് വേണ്ടിയിട്ട് പുള്ളി ക്ഷമ പറഞ്ഞെന്നിട്ട് ഈ വീഴ്ച പറ്റിയതിൽ ഞാൻ ക്ഷമ പറയുന്നു എന്ന് തന്നെ പറഞ്ഞു. അതോടുകൂടി ആ വിഷയം അവിടെ തീർന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷയമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ മുഖ്യമന്ത്രി അത് നിയമസഭയിൽ ക്ഷമ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്ന് എഴുതി. ഞാനന്ന് വൈകിട്ട് പുള്ളി ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. രാത്രിയായപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് മാറി നിൽക്കാം എന്ന് കരുതുന്നു. എന്ത് പറ്റി? അല്ല ഇത് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണല്ലോ. പുള്ളി ഇങ്ങനെ അന്നേരമാണ് തലയൊന്ന് ഉയർത്തി പേനാക്കി ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ രാജിവെക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ എത്ര തവണ രാജിവെക്കണം. അങ്ങനെ ഇതെല്ലാം പൊളിറ്റിക്കലാണ്. അപ്പം
നമ്മളതിനെയൊക്കെ പൊളിറ്റിക്സായിട്ട് കണ്ടാൽ മതി, കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും, അത് വളരെ നാച്ചുറലാണ്. പിന്നെ പക്ഷേ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മുടെ രാജി അന്ന് ഒഴിവായത്. അല്ലെങ്കിൽ പുള്ളി പറഞ്ഞാൽ അത് പുള്ളി എന്നെ അങ്ങ് ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് മാത്രമല്ല, നമ്മുടെ മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ച, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും എല്ലാം പുള്ളി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയ ഗെയിംസ് നടന്നല്ലോ. ദേശീയ ഗെയിംസ് നടന്നപ്പോഴത്തേക്കും പിന്നെ അന്ന് LDF അതിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം എന്ന് മാത്രമല്ല, ഇതിൽ വലിയ അഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തി. അതോടുകൂടി ഉദ്യോഗസ്ഥരെല്ലാം ഭയന്നുപോയി. അപ്പം ഉദ്യോഗസ്ഥരുടെ സഹകരണവും ഇല്ലാതെ ഇത്രയും വലിയൊരു മേള നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു, ഇതിനകത്ത് വരുന്ന എല്ലാ വീഴ്ചയുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനും വേട്ടയാടപ്പെടുകയില്ല. പറഞ്ഞ് ഇത് മിനിറ്റ്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിക്കൂ, മുഖ്യമന്ത്രിക്കായിരിക്കും ഇതിൻ്റെ ഓണേഴ്സ്. അങ്ങനെ റെക്കോർഡിക്കലായി എഴുതി കൊടുത്തു. എന്നിട്ടാണ് ആ ദേശീയ ഗെയിംസ് നടന്നത്. അത് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത ഒരു കോൺഫിഡൻസ് അത്ര വലുതായിരുന്നു. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതുപോലെ തന്നെ നമ്മളെ കൈവിടത്തില്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് ഉമ്മൻചാണ്ടി സാറ് നിർലോഭമായിട്ട് എല്ലാവർക്കും തരികയും ചെയ്തു.